നമസ്കാരം. പശ്ചിമേഷ്യ വീണ്ടും അഗ്നിക്കിരയായി മാറുകയാണ്. അമേരിക്ക ഇസ്രയേൽ സംയുക്ത ആക്രമണങ്ങൾ ഇറാന്റെ ഹൃദയഭാഗത്ത് തന്നെ പതിക്കുമ്പോൾ ലോക രാഷ്ട്രീയത്തിൽ ഭീതിയും അനിശ്ചിതത്വവും വ്യാപിച്ചിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് റഷ്യയുടെ കഠിന പ്രതികരണവും സംഘർഷത്തിന് പുതിയ ആക്കം നൽകുന്നത്, അല്ലെങ്കിൽ ആഴം നൽകുന്നത്. ഒരു പരമാധികാര രാജ്യത്തിന്റെ നേതാക്കളെ ലക്ഷ്യമിട്ട് നടത്തുന്ന ആക്രമണങ്ങൾ ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് ക്രെംലിൻ വക്താവ് ദിമിത്രി പെസ്കോവിന്റെ നയം, അല്ലെങ്കിൽ വാക്കുകൾ, അതുമല്ലെങ്കിൽ അഭിപ്രായം എന്ന് പറയാം. അതായത് ലോകശക്തിക്ക് നേരെയുള്ള ഈ തുറന്ന മുന്നറിയിപ്പ് കൂടിയാണ് അദ്ദേഹം നൽകുന്നത്. അന്താരാഷ്ട്ര പ്രതികരണങ്ങളിൽ പിന്നിലെ പ്രധാന കാരണമാണ് ഇറാന്റെ ശക്തനായ നേതാവായ അലി ലാരിജാനിയുടെ മരണം. ഇറാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ ലാരിജാനിയും അദ്ദേഹത്തിന്റെ മകനും സുരക്ഷാ ഉദ്യോഗസ്ഥരും കൊല്ലപ്പെട്ടത്. ഈ ആക്രമണം സാധാരണ സൈനിക നീക്കമല്ല എന്നാണ് സൂചന. ലക്ഷ്യം വ്യക്തമായിരുന്നു എന്നാണ് ഇറാന്റെ നേതൃത്വത്തെ തകർക്കുക. അതായത് ഇറാനെ നയിക്കാൻ ഒരു നേതൃത്വം ഇല്ലാതാക്കുക എന്നതു തന്നെയാണ് ഇവിടെ ലക്ഷ്യം വെച്ചത്. അലി ലാരിജാനി എന്ന പേര് ഇറാനിലെ അധികാര ഘടനയുടെ കേന്ദ്ര ബിന്ദുവായിരുന്നു. മുൻ പാർലമെന്റ് സ്പീക്കർ, ആണവ ചർച്ചകളിലെ മുഖ്യ ചർച്ചാകർത്താവ്, ദേശീയ സുരക്ഷാ കൗൺസിലിന്റെ തലവൻ. അദ്ദേഹത്തിന്റെ ഓരോ നിലപാടും ഇറാന്റെ ഭാവി നിർണയിച്ചവയായിരുന്നു. രാജ്യത്തിന്റെ സൈനിക തന്ത്രങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ അദ്ദേഹത്തിന്റെ സ്വാധീനവും വൻതോതിലായിരുന്നു. അത്തരമൊരു നേതാവിന്റെ വധം ഒരു വ്യക്തിയുടെ നഷ്ടമല്ല, അതൊരു രാജ്യത്തിന്റെ ശക്തിക്കുള്ള നേരിട്ട പ്രഹരമാണ്. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ്, പിന്നീട് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു എന്നിവരുടെ സ്ഥിരീകരണത്തോടെ ആക്രമണം ആസൂത്രമാണ് എന്നത് സംശയം കൂടാതെ ശക്തമായ ഇറാനും പിന്നീട് ഇത് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചു. ഇതോടെ ബാസിദ് കമാൻഡർ ഖോരം ഹെരേസ് സോൾട്ടാനിയുടെ മരണവും ഇറാന്റെ സുരക്ഷാ സംവിധാനത്തിന് വലിയ തിരിച്ചടിയായി മാറി. ഇറാനിൽ നടന്ന സംസ്കാര ചടങ്ങുകൾക്ക് ഒരു ദുഃഖ സമ്മേളനം മാത്രമായിരുന്നില്ല, അതൊരു രാജ്യത്തിന്റെ കോപവും പ്രതിജ്ഞയും പ്രകടിപ്പിച്ച ഒരു ശക്തമായ ജനപ്രവാഹമായിരുന്നു. ആയിരക്കണക്കിന് ആളുകൾ തെരുവുകളിൽ ഒഴുകിയെത്തി പ്രതികാരം എന്ന മുദ്രാവാക്യം ഉയർത്തി ജനങ്ങളുടെ വികാരങ്ങൾ വരാനിരിക്കുന്ന സംഭവ വികാസങ്ങളുടെ ഭീകരതയെ സൂചിപ്പിച്ചിരുന്നു. ഇതിനിടെയാണ് റഷ്യയുടെ നിലപാട് അന്താരാഷ്ട്ര തലത്തിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ ഇടയായത്. നേതാക്കളെ ഇല്ലാതാക്കുന്ന നടപടി അന്താരാഷ്ട്ര നിയമ ലംഘനമാണ് എന്ന പെസ്കോവിന്റെ പ്രസ്താവന അമേരിക്കയും ഇസ്രായേലും നേരിടേണ്ടി വരുന്ന നയതന്ത്ര സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നുവെന്നും കൂടാതെ ഉടൻ വെടിനിർത്തൽ നടപ്പാക്കി ചർച്ചകൾ ആരംഭിക്കണമെന്ന ആവശ്യവും റഷ്യ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ഏറ്റവും ഭീതിജനകമായത് മറ്റൊന്നാണ്: ഇറാന്റെ ഉന്നത നേതൃത്വത്തെ തുടർച്ചയായി ലക്ഷ്യമിടുന്ന ആക്രമണങ്ങൾ. ഫെബ്രുവരി 28-ന് ആയത്തുള്ള ഖമേനിയുടെ വധത്തിന് പിന്നാലെ ഇപ്പോൾ ലാരിജാനിയുടെ മരണം ഒരു യാദൃച്ഛികതയാണോ, അല്ലെങ്കിൽ ഇറാന്റെ അധികാര ഘടനയെ പൂർണ്ണമായി തകർക്കാനുള്ള പദ്ധതിയാണോ എന്ന ചോദ്യമാണ് ലോകം ഉയർത്തുന്നത്. ഇതിനിടെയാണ് ഇറാന്റെ പുതിയ പരമോന്നത നേതാവായ ആയത്തുള്ള മുസ്തഫ ഖമേനി ശക്തമായ പ്രതികരണവുമായി രംഗത്തെത്തിയത്. ഇത് ക്രൂരമായ കൊലപാതകമാണ്, ഇസ്രയേലിനെതിരെ പ്രതികാരം ചെയ്യുമെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞതോടെ പ്രദേശത്തെ സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ ലോകം ഒരു നിർണായക വഴിത്തിരിവിൽ നിൽക്കുകയാണ്. സൈനിക നീക്കങ്ങൾ ഒരു വശത്ത് ശക്തമാകുമ്പോൾ നയതന്ത്ര സമ്മർദ്ദങ്ങൾ മറുവശത്ത് കുത്തനെ ഉയർന്നു വരികയാണ്. ഒരു തെറ്റായ നീക്കം പോലും ഒരു വലിയ യുദ്ധത്തിന് വഴിവെക്കാമെന്ന ആശങ്ക ശക്തമാവുകയാണ്.